Good morning, all. എല്ലാവരും കേരള സമയമാവുന്നേ ഉള്ളൂ. ലേറ്റ് ആയിട്ടും 12 പേരെ കയറിയിട്ടുള്ളൂ. കുറച്ചുനേരമായി ഓപ്പൺ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത കുറച്ച് പേര് കയറട്ടെ നോക്കിട്ടാണ്. എന്തായാലും 5 മിനിറ്റ് ആളായല്ലേ, 35 ആവാറായി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പുതിയ ലെസൺ ആണ് ഈ നമുക്ക് എടുക്കാനുള്ളത്. എല്ലാവരുടെയും കയ്യിൽ കാണും. ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് നമുക്കറിയാം. അത് 7th അല്ലെ, 7th മൊഡ്യൂളാണ്. അതിലെ 2nd ചാപ്റ്റർ ആണ്. എടുത്തോ എല്ലാവരും ഓർഗനൈസേഷണൽ ബിഹേവിയർ. സ്റ്റാർട്ട് ചെയ്യാം. ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കുറച്ച് ആ പിക്ചറിൽ തന്നെ കുറെ പേഴ്സൺസിന്റെ പിക്ചറുകൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ ആ പിക്ചറുകളുടെ ഇതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരാള് ചിന്തിക്കുന്നുണ്ട്, ഒരാള് എല്ലാവരെയൊക്കെ ഒന്ന് വീക്ഷിക്കുന്നുണ്ട്, സൂപ്പർവൈസറി പോസ്റ്റ് പോലെ. പിന്നെ ഒന്നിച്ചു നിന്ന് ആശയങ്ങളൊക്കെ പങ്കുവെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലെ, 1-2 പേര് കറക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പല പിക്ചേഴ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ പല പിക്ചേഴ്സുകൾ കൊടുത്തിരിക്കുന്ന പ്രധാനമായിട്ടും അവിടെയുള്ളത് കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സിന് ആരെ കാണുന്നത്? വ്യക്തികളെയാണ് അല്ലെ, ഇൻഡിവിജ്വൽസിനെയാണ് കാണുന്നത് അല്ലേ. ഇതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് എത്താനായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷനിലും അവിടെ ഒരുപാട് വ്യക്തികൾ അല്ലെ, ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷൻ എന്നതില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേഴ്സൺ അല്ലെ, വ്യക്തിത്വം, റിസോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഇൻഡിവിജ്വലാണ്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മള് അല്ലെ, നമ്മുടെ ഡിപ്ലോമയിൽ പഠിച്ച ഒരു ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു വകഭേദം തന്നെയാണ് അത് പഠിക്കാനുള്ളത്, ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇവിടെ പഠിക്കുന്നത് ഇതാണ്, ഓർഗനൈസേഷന്റെ ഒരു പെരുമാറ്റ രീതി, അതിന്റെ ഒരു സ്ട്രക്ചറാണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ പിക്ചറിൽ കാണുന്ന മാതിരി എംപ്ലോയീസ് അവിടെ ഓൾമോസ്റ്റ് ഏതൊരു ഓർഗനൈസേഷനിലും എംപ്ലോയീസ് അവിടെയുണ്ട്. അതായത് ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള എംപ്ലോയീസ് അവിടെയുണ്ട്. തീർച്ചയായിട്ടും ഓർഗനൈസേഷനിലും അല്ലെ, നമ്മൾ ഈ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് ആരൊക്കെ കൂടിയായിരിക്കും? ആരായിരിക്കും ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനമൊക്കെ കെട്ടിപ്പടുക്കുന്നത് അല്ലെ? ആരായിരിക്കും? ആരെങ്കിലും തലയിൽ ഉദ്ദേശിക്കുന്ന ആശയങ്ങളൊക്കെ അല്ലേ? ആണോ? അതെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ വരുന്നത് ഒന്നിച്ച് നിന്നിട്ടാണ്, 1-2 പേരൊക്കെ ഒന്നിച്ച് പാർട്ണർഷിപ്പ് ഒക്കെ ആയിട്ട് നിന്നിട്ട് ആശയങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് വന്ന് അവര് ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ഥാപനങ്ങളും രൂപീകരിക്കുന്നത് അല്ലെ, ഓർഗനൈസേഷനുകള് ബിൽഡ് ചെയ്തു വരുന്നത്. അപ്പൊ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവിടെയുള്ള വർക്കേഴ്സിനെ പോലെ തന്നെ ഓർഗനൈസേഷനും അതിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. അതായത് അവിടെ നമ്മൾക്കറിയാം, അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ആശയങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ രൂപീകൃതമായിരിക്കുന്നത്. അപ്പൊ ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ ക്യാച്ച് ചെയ്ത് കാണും അല്ലെ. അതിന് അതിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്, ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട്. അതെ, അതിൻ്റെതായ സ്വഭാവ രീതികളുണ്ട്. നമുക്കറിയാം, അവിടെ വർക്കേഴ്സുകളുണ്ട്. അപ്പൊ ആ ഒരു വർക്കേഴ്സ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സ്ട്രക്ചർ ഫോം ചെയ്യും അല്ലെ. അവിടെ നമുക്കറിയാം, എന്താണ്, ഒരു രൂപീകരണത്തിലേക്ക് വരുമ്പോൾ, ഒരു ലക്ഷ്യം രൂപീകരിക്കുമ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ ആയിട്ട്
ഒരു വർക്കേഴ്സിനെ എംപ്ലോയീസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അവർ ആസൂത്രണം ചെയ്യും. ദെൻ അവർ അതിനൊരു ഘടന ഉണ്ടാക്കും, അല്ലെ, ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ എന്താണ്, ആ സ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് കൊണ്ട് അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങും അതേമാതിരി തന്നെ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് ഇവരെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ എന്താണ്, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ആ ഒരു ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണ്, അല്ലെ, എവിടെയാണെങ്കിലും ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അതിന്റെ ചുറ്റുവട്ടമുണ്ട്, അല്ലെ. തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്തുള്ള ഗവൺമെന്റ് അതേമാതിരി തന്നെ പ്രാദേശിക തലമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിനിടയ്ക്കാണ് ആ സ്ഥാപനം അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവരെല്ലാം കൂടി കൈകാര്യം ചെയ്തിട്ട് വേണം ഈ ഓർഗനൈസേഷൻ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവിടെ ഒരുപാട് പേര് എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് അതിൻ്റെതായ ഒരു ഘടനാക്രമമുണ്ട്. തീർച്ചയായിട്ടും അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റു പല ശക്തികളുടെ ഇടയിൽ കൂടിയാണ് ലക്ഷ്യം നേടിയെടുക്കുന്നത്. അത്രയും കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലേ? ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ജസ്റ്റ് ഐഡിയ പറഞ്ഞതാണ്. ക്ലിയർ ആണോ? ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഇത് ജസ്റ്റ് വായിച്ച് ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതെന്താണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല. അപ്പൊ അവിടെ അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വ്യക്തികൾക്ക് അതിൻ്റെതായ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ അതിന് അതിൻ്റെതായ ഒരു ഗോൾ ഉണ്ടാവും, അത് നേടിയെടുക്കാനായിട്ട് അവിടെ എംപ്ലോയീസിനെയും മെഷീൻസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകളിൽ കൂടിയിട്ടാണ് അവരതൊക്കെ പ്രവർത്തിച്ച് ലക്ഷ്യം നേടിയത്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓർഗനൈസേഷൻ ബിഹേവിയർ ഇസ് കൺസേൺഡ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് ഇസ് ദ ഐസൊലേഷൻ. അതായത് ഓർഗനൈസേഷൻ ഒരു ഇൻഡിവിജ്വാലിറ്റി, അല്ലെ, അതിൻ്റെതായ ഒരു ഒറ്റപ്പെടൽ, അതിൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി അതിനുണ്ട്. അവിടെ എന്താണ് പ്രധാനമായിട്ടും അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അവിടെയുള്ള എംപ്ലോയീസിന്റെ, അല്ലെ, എംപ്ലോയീസിന്റെ പെരുമാറ്റ രീതികളും സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ്, വ്യത്യസ്ത പെരുമാറ്റ രീതികളുള്ളവരാണ്, അല്ലേ, അങ്ങനെ തന്നെയല്ലേ? അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ ഒരേപോലത്തെ ക്യാരക്ടറാണോ, ഒരേപോലത്തെ ബിഹേവിയർ ആണോ? അല്ല. അതേമാതിരി തന്നെ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നവർക്കും ഒരേപോലത്തെ ക്യാരക്ടറാണോ, ഒരേപോലത്തെ ബിഹേവിയർ ആണോ? അല്ല. അവർക്കൊക്കെ വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത പെരുമാറ്റ രീതികളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, ഡൈനാമിക് വ്യത്യസ്തത പുലർത്തുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, the aspects and process that are part of the administrative itself. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നോക്കുകയാണെങ്കിലും അതിൻ്റെതായ പ്രവർത്തനങ്ങൾക്ക് അതൊരു ഭാഗമായിട്ട് തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഭരണനിർവഹരാണ്, അല്ലെ. ഒരു പ്ലാനുകളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതും തീരുമാനങ്ങൾ നടപ്പാക്കുന്നതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര് തന്നെയാണ്. നോക്കുക, are the characteristics and behaviors directly resulting from people with their individual needs and inspirations working within the structure of the organization. അപ്പൊ അവിടെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന്, അല്ലെ, ആ ഓർഗനൈസേഷന്റെ ചട്ടക്കൂടിൽ നിന്നും അവിടെയുള്ള എംപ്ലോയീസ് അവർക്ക് വ്യത്യസ്ത പ്രചോദനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് എന്താണ് അവരുടെ ആവശ്യങ്ങൾ, അല്ലെ. നമുക്കറിയാം ചിലരെ എന്താണ് സാലറി ആഗ്രഹിച്ചു വരുന്നവരായിരിക്കും, ചിലരെന്താണ് സാലറിയേക്കാൾ കൂടുതൽ സ്ട്രെസ് ഇല്ലാതെ, അല്ലെ, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്നവരാണ്. അങ്ങനെ വ്യത്യസ്ത ആഗ്രഹങ്ങളും ആവശ്യങ്ങളായിട്ട് വരുന്ന അവരുടെ എല്ലാം വർക്കുകൾ കോർഡിനേറ്റ് ചെയ്ത് അത് ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്ത് പോകുമ്പോഴാണ് എന്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. the characteristics and behavior directly resulting, അല്ലെ, അവര് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയാണ് എന്തെന്ന് ഫ്രം പീപ്പിൾ വിത്ത് ദെയർ ഇൻഡിവിജ്വൽസ്, അവരുടെ ആ ഒരു സവിശേഷതകളും അല്ലെങ്കിൽ ബിഹേവിയർ, അല്ലെ, പെരുമാറ്റ രീതികളൊക്കെ അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, അല്ലെ, റിസൾട്ട് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ആ റിസൾട്ട് ആയിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൊടുക്കേണ്ടത്.
One cannot understand an individual's behavior completely without learning something about that individual's organization. അതായത് നമുക്ക് ഒരിക്കലും അല്ലെ ഒരു കാരണവശാലും നമുക്ക് ആ ഓർഗനൈസേഷൻ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. Similarly, he cannot recognize how the organization operates without studying the people who make it up. നമുക്കറിയാം ആ വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കാതെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സ് ചിലപ്പോൾ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണമെന്നൊക്കെ പറയും. ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യേണ്ടത് നിർബന്ധിതരായിട്ടൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം അവര് എന്തെങ്കിലും നിശ്ചിത ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിട്ടായിരിക്കും തീർച്ചയായിട്ടും അവരെ കൊണ്ട് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ആക്ച്വലി അതാണ് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് സ്റ്റഡിയിങ് ദ പീപ്പിൾ ഹു മേക്ക് ഇറ്റ് അപ്പ്. അവര് എന്തിന്റെ ഉദ്ദേശത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കാതെ നമുക്കൊന്നും അല്ലെ അത് ഇൻഡിവിജ്വലി ആ ഓർഗനൈസേഷനിൽ അതിൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. Thus, the organization influences and is influenced by individuals. അതായത് നമുക്കറിയാം അവിടെ എന്താണ് ഒരു പ്രചോദനം, ഒരു പ്രേരണ അവിടെയുള്ള വ്യക്തിത്വം, ആ ഒരു ഓർഗനൈസേഷന്റെ വ്യക്തിത്വം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെ ആശയങ്ങൾ അതെന്തിനെയോ പ്രചോദിപ്പിച്ചിട്ടാണ് അവരങ്ങനെ രൂപീകരിക്കുന്നത് അല്ലെ. അപ്പൊ അത് എന്തൊക്കെയോ നമുക്കറിയാം അവരെന്തൊക്കെയോ ഉൾക്കൊണ്ട് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവിടെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ എന്താണ് രണ്ടു കൂട്ടർക്കും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യണം. അവിടെയുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്തെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനെ അവരെ പ്രചോദിപ്പിക്കാൻ തക്ക വിധത്തിൽ അവരെ നന്നായിട്ട് തന്നെ ആക്റ്റീവ് ആക്കാൻ തക്ക വിധത്തിൽ തന്നെയായിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവിലുള്ളവര് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്കറിയാം തീർച്ചയായിട്ടും ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു ബിഹേവിയർ ഉണ്ട്. നമുക്കറിയാം ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവിടെയുള്ള വ്യക്തികൾക്കുള്ള ഇൻഡിവിജ്വാലിറ്റി പോലെ തന്നെ ഓർഗനൈസേഷനും അതിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡിവിജ്വാലിറ്റി അത് നന്നായിട്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന്റെ കൂടി ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടായിരിക്കണം തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് ഇവരെടുക്കുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എടുക്കുന്നവര് തീരുമാനിക്കുന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെയാണോ? ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നോക്കാം, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ചെയ്തോട്ടെ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം, എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇനി ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ എലമെന്റ് നമ്മൾ കണ്ടു, എന്തൊക്കെയോ ഉള്ള അല്ലെ അവിടെ ഉള്ള പീപ്പിൾസിനെയും അവിടെ കുറച്ച് നമ്മൾ പുതിയ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട്, അതല്ലെങ്കിൽ ഏതൊരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എക്സ്റ്റേണൽ സോഴ്സിന്റെ ഇടയ്ക്കാണ്, അപ്പൊ അവിടെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം അല്ലെ എല്ലാ തരത്തിലും ആ ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട്. അപ്പൊ പ്രധാനപ്പെട്ട ആ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പീപ്പിൾ, then environment, structure, technology. അപ്പൊ ഫസ്റ്റ്ലി എന്താണ് പീപ്പിളിനെ കുറിച്ച് നോക്കാം അല്ലെ. പീപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം കീ എലമെന്റ്സ്, ഇത് പ്രധാനപ്പെട്ടതാണ്, മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലാതെ വിച്ച് ഓഫ് ദ ഫോളോയിങ് കീ എലമെന്റ്സ്, അല്ലെങ്കിൽ അല്ലെ ഏതൊക്കെയാണ്, എന്തെങ്കിലും എത്ര തരത്തിലുള്ള കീ എലമെന്റ്സ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് ഈ എലമെന്റ്സിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. Firstly, നമുക്ക് നോക്കാം, the key elements in the organizational behavior are
people, structure, technological impact on the environment in which the organization operates. Organization പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കീ എലമെന്റ്സുകളോട് കൂടിയിട്ട് മാത്രമാണ് നന്നായി തന്നെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഈ എലമെന്റ്സിന്റെ സ്വാധീനം മോസ്റ്റ്ലി അവിടെ പ്രായോഗികമാണ്. കാരണം അവിടെ പീപ്പിൾസ് ഉണ്ട്, അതേമാതിരി തന്നെ എൻവയോൺമെന്റ്, എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെ അതിന്റെ ഘടന അല്ലെ. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ഒരു എന്താ പറയുക, ഒരു രീതിയും ഇല്ലാതെ കുറെ പീപ്പിൾസിനെ കൊണ്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് അത് ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥ വന്ന പ്രശ്നമല്ലേ, ഉണ്ടാവും അല്ലെ. ഓരോരുത്തർക്കും എന്തൊക്കെ ഡ്യൂട്ടി ആണെന്നുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഘടന ഉണ്ടായിരിക്കണം അല്ലെ. നമ്മളിപ്പോ ഇംപ്ലിമെന്റ് ചെയ്ത് എല്ലാവരിലേക്കും കൊടുക്കുമ്പോൾ ഏതാണ് ഓരോരുത്തർക്കും ഉള്ള ഓരോ റോളുകൾ എന്നുള്ള ഒരു സ്ട്രക്ചർ അവിടെ മാസ്റ്റർ ആയിട്ട് ഉണ്ടായിരിക്കണം. ടെക്നോളജി നമുക്കറിയാം, ഒരുപാട് പണ്ടത്തെ കാലഘട്ടത്തിന്റെ ആ രീതി തന്നെ അപ്ലൈ ചെയ്ത് പോയാൽ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പ്രവർത്തിക്കുമോ? ഇല്ല. കാരണം ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളെല്ലാം തീർച്ചയായിട്ടും അത് ക്യാച്ച് ചെയ്യണം. അത് അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ, നിലവിലുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അത് മാത്രമല്ല, പുതിയ എംപ്ലോയീസിനൊക്കെ നമ്മൾ അല്ലെ റിക്രൂട്ട് ചെയ്ത് കയറ്റുകയാണെങ്കിലൊക്കെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കോഴ്സുകളും അല്ലെ ടെക്നിക്സ് ഒക്കെ കൈകാര്യം ചെയ്ത പേഴ്സണൊക്കെയാണ് നിയോഗിക്കേണ്ടതൊക്കെ. അപ്പൊ അതിൻ്റെതായ പ്രത്യേകതകളെല്ലാം ഈ ഒരു ബിഹേവിയർ, ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ എലമെന്റ്സ് ആയിട്ട് വരുന്നു. ഇത് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് പീപ്പിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഇത്തരത്തിലുള്ള എലമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പീപ്പിളെ കുറിച്ച് നോക്കാം. People make the internal and social system of the association. നമുക്കറിയാം അല്ലെ, നമ്മള് അവിടെ വ്യക്തികളുണ്ട്. മോസ്റ്റ് ആയിട്ട് നമുക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്നവര് തീർച്ചയായിട്ടും അവിടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെ, അവരുടെ സവിശേഷത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കണക്കിലെടുക്കേണ്ട വ്യക്തിത്വമാണ്. They consist of individuals and groups. ചിലപ്പോ നമുക്കറിയാം ചില പോസ്റ്റുകളൊക്കെ കുറവാ അല്ലെ, 1-2 പോസ്റ്റ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോ ഒരുപാട് പേഴ്സൺസ് ആ ഒരു രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നവരുണ്ടാവും അല്ലെ. ഏതൊരു കമ്പനി ആണെങ്കിലും അതേമാതിരി തന്നെ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും എവിടെയാണെങ്കിലും ചിലതിനൊക്കെ 1 പോസ്റ്റോ 2 പോസ്റ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ, ചിലതിനൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസും ഉണ്ടാവും, ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്നവരും തീർച്ചയായിട്ടും ഉണ്ടാവും. The group may be big or small, formal or informal, then official or unofficial. ഗ്രൂപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമാകാം അല്ലെ. അത് ചില കുറച്ചുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും, കൂടുതലുള്ളവരുണ്ടാവും. ഇപ്പൊ ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടും അല്ലെ നമുക്കറിയാം അതിന്റെ ഒഫീഷ്യാലിറ്റി, അതിൻ്റെതായിട്ടുള്ള രീതി തന്നെ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം അതേ കോഴ്സും അല്ലെ അതിൽ സർട്ടിഫൈഡ് കോഴ്സും പേഴ്സൺസ് ഒക്കെയുള്ള അതുമാതിരി തന്നെ കൈകാര്യം ചെയ്യുന്ന ജോലിക്കാരും അവിടെ ഉണ്ടാകും. ചില ഗ്രൂപ്പ്സ് ആർ ഡൈനാമിക് അല്ലെ, അത് വ്യത്യസ്തമാണ്, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഗ്രൂപ്പ്സ് ആർ ഡൈനാമിക് ആണ്. They work in the organization to accomplish their goals. തീർച്ചയായിട്ടും അവിടെ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിച്ചാലും ഗ്രൂപ്പായിട്ട് നിന്ന് പ്രവർത്തിച്ചാലും അല്ലെ എല്ലാം കൂടി എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെയുള്ള വർക്കേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്നത് അല്ലെ. നമുക്ക് ഒരു പോസ്റ്റുള്ളവരും അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും. അത് വലിയ ഗ്രൂപ്പിലുള്ളവരുണ്ടാവും, ചെറിയ ഗ്രൂപ്പിലുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സുകളുണ്ട്, നഴ്സുമാരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്, എന്താണ് നമ്മുടെ അല്ലെ ടെക്നിക്കൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലും സേവനം ചെയ്യുന്നവരുണ്ട് അല്ലെ, റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത പോസ്റ്റ് ഉള്ളവര് വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലീനിങ് സെക്ഷനുണ്ട്. നമുക്കറിയാം വലിയ ഗ്രൂപ്പുകളും ഉണ്ട്, ചെറിയ ഗ്രൂപ്പുകളും വർക്ക് ചെയ്യുന്നുണ്ട്. സിംഗിൾ പേഴ്സൺ ആയിട്ടുള്ള BRO പോലെ അല്ലെ പേഴ്സൺസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരേ ഒരു ലക്ഷ്യം അല്ലെ, ഹോസ്പിറ്റലിന് നന്നായിട്ട് തന്നെ റൺ ചെയ്തു പോവുക, നല്ല പ്രോഫിറ്റബിൾ ആക്കുക, മറ്റുള്ളവരുടെ ഇടയിൽ നല്ല സർവീസ് ഉള്ള ഹോസ്പിറ്റലിന്റെ സേവനം കാഴ്ചവെക്കുന്ന ഹോസ്പിറ്റലാക്കി മാറ്റും. ഓക്കെ, അപ്പൊ പീപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒക്കെയാണ് അല്ലെ. അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ അവര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ് ലക്ഷ്യം? They work in the organization to accomplish their എന്താണ് ഡെയിലി പോയിന്റ് തന്നെ ഞാൻ വായിച്ചു പോകുന്നുണ്ട്. എന്താണ് they work in the organization to accomplish goals അല്ലെ, നമ്മുടെ ലക്ഷ്യം അത് നേടിയെടുക്കുക എന്നുള്ളതാണ് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം, ടു അച്ചീവ് ഗോൾ. അപ്പൊ എന്താണ് പീപ്പിൾസിനെ കുറിച്ചിട്ട് ഒക്കെയാണ് അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിലെ പീപ്പിൾസിനെ കുറിച്ചിട്ട് ഒക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ. കണ്ടിന്യൂ ചെയ്യാലോ.
പീപ്പിൾ എന്നുള്ള എലമെന്റ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം സ്ട്രക്ചർ, അതിന്റെ ഘടനയെ കുറിച്ചിട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പീപ്പിൾസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റി അവർക്ക് അറിയണം അല്ലേ? അതിന് ഒരു നിശ്ചിതമായിട്ടുള്ള ഐഡിയാസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല അല്ലെ? ഒരു പേടിയില്ല എങ്കിലും അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇല്ല എങ്കിലും ഒന്നും അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ സ്ട്രക്ചറിനെ കുറിച്ച്, ഘടനയെ കുറിച്ച് നോക്കാം. സ്ട്രക്ചർ ഡിഫൈൻസ് ദ ഫോമൽ റിലേഷൻഷിപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഒരു റിലേഷൻഷിപ്പ് നമുക്കറിയാം, ആരെ ബഹുമാനിക്കണം, ആരുടെ അണ്ടറിലാണ് ഞാൻ അല്ലെ? അങ്ങനെ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് അവിടെ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും അല്ലെ? ഡിഫറെന്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ആർ ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സ് ആൻഡ് ദേ നീഡ് ടു ബി റിലേറ്റഡ് ഇൻ സം സ്ട്രക്ചറൽ വേ സോ ദാറ്റ് their work can be well managed. നമുക്കറിയാം അല്ലെ, വ്യത്യസ്ത പീപ്പിൾസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നടപ്പിലാക്കി കൊടുക്കേണ്ട ജോലികൾ അല്ലെ, ഓരോ വ്യക്തി ഓരോ കൂട്ടർക്കും ഓരോ ജോലി. ക്ലീനിങ് സെക്ഷനിലുള്ളവര് ക്ലീനിങ്ങിന്റെ വർക്കാണ് അല്ലെ, നഴ്സിംഗ് സെക്ഷനിലുള്ളവര് അവരുടെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം അവർ ആരെയാണ് അല്ലെ, ആരെയാണ് ഇത്തരത്തിലുള്ള വർക്കിന്റെ സൂപ്പർവൈസേഴ്സ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടതാണ്. ഇതിനാര് പറയുന്നത് അവര് നടപ്പാക്കണം അല്ലെ? ആരാ പറയുന്നത്? എല്ലാവരും പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതുണ്ടോ? ഇല്ല. അവരുടെ മേലധികാരികൾ എന്താണോ പറയുന്നത് അത് കൈകാര്യം ചെയ്യാനായിട്ട്, അത് നടപ്പാക്കാനായിട്ട് അവര് ബാധ്യസ്ഥരാണ് അല്ലെ? അത് തന്നെയാ പറയുന്നത്. ഡിഫറെന്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ആർ ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്. വ്യത്യസ്ത തരത്തിലുള്ള ജോബുകളാണ് അവര് നടപ്പാക്കേണ്ടതായിട്ട് വരുന്നത്. And they need to be related in some structured way so that their work can be well managed. കാരണം നമുക്കറിയാം അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ? അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർക്ക് ചില അവയർനെസ് ഉണ്ടാവില്ല അല്ലെ? ധാരണ എങ്ങനെ ചെയ്യണമെന്നുള്ള ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചില ഡയറക്ഷൻസ് ഒക്കെ അവര് ചോദിച്ചറിയും. തീർച്ചയായിട്ടും ആ ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് മേലധികാരികൾക്ക് സാധിക്കുകയും ചെയ്യും. ഇതാണ് വെൽ മാനേജ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു ഘടനയുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ പീപ്പിളിനെ നമ്മൾ കണ്ടു, വ്യത്യസ്ത തരത്തിലുള്ള പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒക്കെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതേമാതിരി തന്നെ ഏതോ ഒരു സ്ഥാപനത്തിനും അതിന്റെ ഘടനയുണ്ട് അല്ലെ? ഘടന എന്ന് പറയുന്നത് ആരെ ബഹുമാനിക്കണം അല്ലെ, ആരുടെ അണ്ടറിലാണ് ഞാൻ, എന്ത് ജോലിയാണ് എനിക്ക് ഉള്ളത് അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ടും അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും ഈ സ്ട്രക്ചർ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നോക്കാം ടെക്നോളജി. കേൾക്കുമ്പോ തന്നെ അറിയാലേ, ടെക്നോളജി ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ടെക്നോളജിയെ നമ്മൾ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലെല്ലാം അല്ലെ, ഏതൊരു ഓർഗനൈസേഷനും അതെല്ലാമെങ്കിലും അവര് ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട് അല്ലെ? മത്സര ബുദ്ധിയോട് കൂടിയിട്ടുള്ള മറ്റു സ്ഥാപനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജി അവലംബിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡൗൺ ആയിട്ട് പോകും അല്ലെ? ടെക്നോളജി സച്ച് ആസ് എ മെഷീൻ ആൻഡ് വർക്ക് പ്രോസസ് പ്രൊവൈഡ് ദ റിസോഴ്സസ്. നിങ്ങൾക്കറിയാം അവിടെ തീർച്ചയായിട്ടും എന്താണ് വർക്ക് പ്രോസസ്സ് കൈകാര്യം ചെയ്യാൻ, വർക്കുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മെഷീന്റെ സഹായമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതിന്റെ ആ റിസോഴ്സസ് അല്ലെ, ആ ഒരു വിഭവശേഷിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. Then with which people work and affect the task that they perform. അവർക്ക് എങ്ങനെ അത് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും? നല്ല രീതിയിൽ അല്ലെ, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് ഏതെങ്കിലും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നമ്മുടെ മെഷീന്റെ സഹായത്തോടു കൂടി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം സ്പീഡിലും നല്ല ആക്യുറേറ്റ് ആയിട്ട് അല്ലെ, നല്ല കൃത്യതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അത് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളത്. Then the technology used has a major impact on working relationships. നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള അല്ലെ പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാനായിട്ടുള്ള അവബോധം അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ? അല്ല എങ്കിൽ ഒരു മെഷീനൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് അറിയില്ല എങ്കിൽ നമുക്കറിയാം അതുകൊണ്ട് അത് സ്ഥാപിച്ചത് കൊണ്ട് നേട്ടമൊന്നും ഉണ്ടാവില്ല അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ആ ഓഫീസില് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വലിയ വലിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എന്താണ് പേഴ്സൺ അല്ലെ, അവിടെ എംപ്ലോയീസ് ഓക്കെ ആയിരിക്കും.
അതല്ല എങ്കിൽ മെഷീൻ കൊണ്ടുവന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പെർഫോമൻസ് പ്രകടനം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. The technology used has a major impact on working relationships. It allows the people to do more and better work, but it is also restricting people in various ways. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ. നമുക്കറിയാം എല്ലാവർക്കും ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും. ഇല്ല, ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആർക്കത് യൂസ് ചെയ്യണം, എത്ര നേരം അത് യൂസ് ചെയ്യണം, അത് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെ? അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസിനോട് കൂടിയിട്ടാണ് ഇത് അല്ലെ അവിടെ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മെഷീൻ അവിടെ കൊണ്ട് സ്ഥാപിച്ചെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് അവിടെയുള്ള പേഴ്സൺസിന് ഉണ്ടായിരിക്കണം. അതേമാതിരി തന്നെ അതിന്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യാനായിട്ട് എന്താണ് അവിടെയുള്ള എംപ്ലോയീസ് ബാധ്യസ്ഥരാണ്. നമുക്ക് തോന്നുന്ന മാതിരി എന്താണ് എക്യുപ്മെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ബാഡ് റിസൾട്ടാ കിട്ടുക. അത് എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആ രീതിക്ക് എത്ര സമയം ഉപയോഗിക്കണം, അല്ലെ, ഏത് രീതിയിൽ തന്നെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. allows people to do more. നന്നായിട്ട് അത് കൂടുതലായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. But it also restricts people in various ways. ചില നിബന്ധനകളും അവർക്ക് കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യാനൊക്കെ, അല്ലെ? ചിലർക്ക് നമുക്കറിയാം മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ഇത് ഉപയോഗം വരുമ്പോൾ നമുക്കറിയാം കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതെല്ലാം ക്യാച്ച് ചെയ്യാൻ ചിലപ്പോൾ എല്ലാ പീപ്പിൾസിനെ പറ്റിയെന്ന് വരില്ല, അല്ലെ? ചിലതൊക്കെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ കുറച്ച് നാള് ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അതവർക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. തീർച്ചയായിട്ടും റെസ്ട്രിക്ഷൻസ് നോട്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ജസ്റ്റ് എടുത്തോടത്തോളം വരെ ജസ്റ്റ് വായിച്ചു നോക്കി. ഞാൻ സ്ക്രീനിൽ വല്ലതും പോകുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണോ? എന്തായാലും ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം കേട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കാം. പോയിന്റ്സ് ഒക്കെ ചില പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ട്രക്ചർ ഡിഫൈൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സെന്റൻസ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. എന്താണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്? എന്താ? ഫോർമൽ റിലേഷൻഷിപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ആണ് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? സ്ട്രക്ചർ കൊണ്ട്, ഘടന കൊണ്ട് മീൻ ചെയ്യുന്നത്. ആ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യട്ടോ. വായിച്ചു നോക്കാം. കേരളേ അടുത്ത പോയിന്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് എൻവയൺമെന്റ്. എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്ഥാപനം അല്ലെ ഒരു സംഘടന എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അത് ഏതെങ്കിലും ചുറ്റുപാടിന്റെ ഉള്ളിലായിരിക്കും അത് സ്ഥാപിക്കപ്പെടുന്നത്, അല്ലെ? അവിടെ തീർച്ചയായിട്ടും അതിനെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്താണെന്ന് നോക്കാം. All organizations operate within an external environment. അതിന് അതിൻ്റെതായ പുറത്ത് അല്ലെ അതിൻ്റെതായ സ്വതന്ത്രമായിട്ടൊരു എൻവയൺമെന്റ് ഉണ്ട്. Then it is a part of a larger system that contains many other elements such as the government, the family and other organizations. നമുക്കറിയാം ചിലപ്പോഴല്ലേ നമ്മുടെ ഓർഗനൈസേഷന് അതിന് ചുറ്റും ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടാവും, ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത് നമ്മൾ വില്ലേജ് ബേസിലൊക്കെ പഠിക്കണം. അപ്പൊ അത് അതിൻ്റെതായ എക്സ്റ്റേണൽ എലമെന്റ്സ് ഒക്കെയാണ്, അല്ലെ?
അതേമാതിരി തന്നെ ഫാമിലി ആൻഡ് അതർ ഓർഗനൈസേഷൻ മറ്റ് അല്ലെ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ അവിടെയുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ കുടുംബ പശ്ചാത്തലം കൂടിയും അവർക്ക് അല്ലെ ചില വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ നാച്ചുറലി അവർക്ക് കുറച്ച് കഴിവുള്ളവരാണ് എങ്കിൽ അല്ലെ കുടുംബപരമായിട്ട് കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ചില വർക്കുകൾ ചെയ്യാനായിട്ട് സ്വയം പ്രേരിതരാകും. ചില അല്ലെ എന്താ പറയാ വീടുകളിലെ ചില ചുറ്റുപാടുകളെല്ലാം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അതിന്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴും കാണിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരെ കൈകാര്യം അല്ലെ അതിൽ ഉൾപ്പെടാറുണ്ട്. Then all these all these mutually influences each other in a complex system that creates a circumstance for a group of people. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ അത് ഒന്നിച്ചു നിൽക്കും. അത് ചിലപ്പോൾ സങ്കീർണമായ ചില കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തൊക്കെ പോകേണ്ടതുണ്ടോ. കാരണം അവിടെ എന്താണ് തീർച്ചയായിട്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മൂലം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. എന്താ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അല്ലെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലാർജ് സിസ്റ്റം ദാറ്റ് കണ്ടെയ്ൻ മെനി അതർ എലമെന്റ്സ്. അതിന് എക്സാമ്പിളുകൾ ആണെങ്കിലും ചോദിക്കാറുണ്ട്. ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഒരു ആശയം മനസ്സിലാക്കിയാൽ മതി. ഏതൊരു സ്ഥാപനമാണെങ്കിലും സ്ഥിതി ചെയ്യുന്നത് അല്ലെ ഏതിന്റെയൊക്കെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിന്റെ കുടുംബം എന്ന പശ്ചാത്തലത്തിന്റെ ഉള്ളിലാണ്. അതുമാതിരി തന്നെ ഗവൺമെന്റിന്റെ ഒക്കെ അണ്ടറിൽ അല്ലെ അതിൻ്റെതൊക്കെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഇവരുടെ കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ചില നമ്മള് അല്ലെ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്താണ് അവരുടെ ആ ഒരു ഇത് അല്ലെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അവര് ചിലച്ചും കൂടി നന്നായിട്ട് പ്രകടിപ്പിക്കാനായിട്ടുള്ള ആ ഒരു എഫേർട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലെ പരിശ്രമമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ്. അതേമാതിരി തന്നെ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ പ്രീതിപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും അവർക്ക് എന്തായാലും എന്തെങ്കിലും റൂൾസുകളൊക്കെ നടപ്പാക്കുകയാണെങ്കിൽ ഉണ്ടാവുക. കാരണം നമുക്കറിയാം അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെയും കൂടി കാര്യങ്ങൾ അല്ലെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടാവും. ഓക്കെ, എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഓൾ ഓർഗനൈസേഷൻ ഒക്കെ ക്ലിയർ ആയോ? എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ പരിസ്ഥിതി അല്ലെ. ഒരു ഓർഗനൈസേഷനെ അഫക്റ്റീവ് ആയിട്ട് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് കുറച്ച് കാര്യം നമ്മൾ പഠിച്ചുള്ളൂ. എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ദെൻ അതിന്റെ കുറച്ച് കീ എലമെന്റ്സും ആണ് ജസ്റ്റ് നമ്മൾ നോക്കിയത്. ഓക്കെ, നമുക്ക് ഓക്കെ ആണല്ലോ അല്ലെ? നമ്മുടെ ഒരു പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് നമുക്കിടെ കയ്യിൽ ക്യാച്ച് ചെയ്താൽ മാത്രമേ ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി വരുമ്പോ കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അതിന്റെ ആ മീനിങ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അതിന്റെ ഫോളോ അപ്പ് നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഓക്കെ ആണോ എന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു പോവുക. ഓക്കെയാണ്, നമുക്ക് കൈകാര്യം ചെയ്ത് പോവാം അല്ലെ, കണ്ടിന്യൂ ചെയ്ത് പോവാം. നെക്സ്റ്റ് നോക്കാം, അപ്രോച്ചസ് നോക്കാം. അതിലെ ഫസ്റ്റ് മോഡേൺ അപ്രോച്ച് ഓഫ് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ. ആധുനിക കാഴ്ചപ്പാടില് നമ്മുടെ ഓർഗനൈസേഷൻ എന്നുള്ള ബിഹേവിയറിനെ എങ്ങനെ ആധുനിക കാഴ്ചപ്പാടിലൂടെ വീക്ഷിക്കാൻ നോക്കാം. The modern approach to organization behavior is the search for the truth of why people behave the way they do, and it is a vulnerable and complex process. അതായത് നമുക്കറിയാം ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ബിഹേവിയർ നമ്മൾ കണ്ടായിരുന്നു. അത് ഒറ്റയടിക്കൊന്നും കുറെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്ത് കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. അവിടെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്റെ അല്ലെ മൈൻഡിൽ വരുന്ന ആശയങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഈ ആശയങ്ങളും അവിടെയുള്ള എംപ്ലോയീസിന്റെ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് അല്ലെ തുലനം ചെയ്ത് നോക്കുമ്പോൾ അത് ഓക്കെ ആണെങ്കിലാണ് അത് നടപ്പാക്കി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ.
അവിടെ പ്രധാനപ്പെട്ടുള്ള എലമെന്റ്സുകളും പ്രധാനപ്പെട്ട അല്ലെ അതും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് എപ്പോഴും കൈകാര്യം ചെയ്യേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? മോഡേൺ അപ്രോച്ചിൽ നമ്മൾക്ക് നോക്കിയാണെങ്കിൽ എന്താണ്, അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ് അല്ലെ, ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനങ്ങളൊന്നും എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സിൽ നിന്ന് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി അല്ലെ അത് നേടിയെടുക്കാനൊന്നും പറ്റില്ല. അത് അവരെ കുറിച്ചിട്ട് നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അല്ലെ. അതാണ് കോംപ്ലക്സ് പ്രോസസ് വൾണറബിൾ അല്ലെ. അത് ചെയ്യണമെങ്കിൽ അവരുടെ ബിഹേവിയറെ കുറിച്ചിട്ട് എന്താണ് അതിന്റെ യഥാർത്ഥ സത്യം, അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അനലൈസേഷൻ വേണം. If one aims to manage organizations, it is necessary to confirm how they operate. ഇപ്പൊ എങ്ങനെ അല്ലെ നമ്മളിപ്പോ എങ്ങനെയാണ് ഒരു കാര്യം വരികയാണ് അല്ലെ, ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെങ്കിലും നേതൃത്വ നിലയിലുള്ളവര് അങ്ങനെ ചിന്തിക്കുകയാണ്, നമുക്ക് ഇത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ അത് നടപ്പാക്കാൻ പറ്റും, ഹൗ ദേ ഓപ്പറേറ്റ്. ആ ആശയം എന്നുള്ളത് നമ്മളിത് ചിലപ്പോ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇതെങ്ങനെ മാനേജ് ചെയ്യും അല്ലെ. എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ഈ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് എങ്ങനെ നടപ്പാക്കി കൊണ്ടുവരും. നമ്മളിപ്പോ മാനേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നടപ്പാക്കാൻ പറ്റുമെന്ന് ആദ്യം ആലോചിച്ചിട്ടേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ആണോ? ആണ് അല്ലെ. നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ നടപ്പാക്കി കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തലയിലിരുന്ന് ആലോചിച്ച് കുറെ അല്ലെ റൂൾസ് കൊണ്ടുവന്നു മാത്രമേ ഉണ്ടാവുള്ളൂ മിച്ചം. അങ്ങനെ പാടില്ല. നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രമാണ് നമ്മൾ മാനേജ് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പാടുള്ളൂ അല്ലെ. അത് തന്നെ അവിടെ പറയുന്നത് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യമെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി മൈൻഡ് ചെയ്തിട്ട് മാത്രമാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. ഓർഗനൈസേഷൻ കമ്പൈൻസ് സയൻസ് ആൻഡ് പീപ്പിൾ. അവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് എന്താണ്? അങ്ങനെ വരുമ്പോൾ ശാസ്ത്രവും ജനങ്ങളല്ലേ നമുക്കറിയാം അവിടെ വർക്കേഴ്സ് ആണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. പ്രവർത്തകരാരാണ്? വർക്കേഴ്സ് ആണ്. ഈവൻ മെഷീൻ പ്രവർത്തിച്ചാൽ കൂടി അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? മെഷീൻ മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടോ? ഓപ്പറേറ്റ് ചെയ്യുന്ന പീപ്പിൾ ആണ് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും പീപ്പിൾ അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. നമ്മള് എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓട്ടോമാറ്റിക്കലി മെഷീൻ വർക്ക് ചെയ്താൽ കൂടിയും ആ ഓട്ടോമാറ്റിക്കലി എന്നുള്ള പ്രോസസ്സ് കൊടുക്കണമെങ്കിൽ മെഷീന്റെ അവിടെ ഒരു കഴിവ് വേണം അല്ലെ. ആ മെഷീൻ അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ പവേഴ്സ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഓർഗനൈസേഷൻ കമ്പൈൻ സയൻസ് ആൻഡ് പീപ്പിൾ. അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഒരു ശാസ്ത്രവും അല്ലെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വീക്ഷണത്തോട് കൂടിയിട്ട് പീപ്പിൾസിനെ കയ്യിലെടുത്താൽ മാത്രമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. വൈൽ സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് പ്രഡിക്റ്റബിൾ, ദ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് റാദർ അൺപ്രഡിക്റ്റബിൾ. അതായത് നമുക്ക് അറിയാം പ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ എന്താണ് പ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത്? പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചുറപ്പിക്കാൻ പറ്റും അല്ലെ. ആലോചിച്ചുറപ്പിക്കാൻ പറ്റുന്നതാണ് പ്രഡിക്റ്റ്. നമുക്ക് പ്രവചിക്കാൻ പറ്റും. പ്രവചനാത്മകം. അതാണ് പ്രവചിക്കാൻ പറ്റുന്നതാണ്. അതാണ് പ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ നമ്മളിപ്പോ ഇങ്ങനെ ആശയങ്ങൾ അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ബിഹേവിയർ, പീപ്പിളിന്റെ ബിഹേവിയർ നമുക്ക് അത്ര എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പറ്റുമോ? കുറച്ചൊക്കെ നമുക്ക് ആലോചിച്ചുറപ്പിക്കാൻ പറ്റും. അതേസമയം അത് അത്രയധികം നമുക്കറിയാം ഡൈനാമിക് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിന് ഒരാളുടെ പ്രഡിക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുപേരെ നമുക്കൊന്നുകൂടി അല്ലെ കുറച്ചുപേരൊക്കെ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിലുള്ളവരാണെന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാം. അതേസമയം ഒരുപാട് പേഴ്സൺസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് അത് അത്രയും പ്രഡിക്റ്റ് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. അതേസമയം നമുക്ക് ടെക്നോളജിക്ക് ഉപയോഗിച്ച് സയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഔട്ട്കം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് അവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ. എന്താണ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത്? ബിഹേവിയർ ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് റാദർ unpredictable. This is because it arises from people's deep seated needs and value systems.
അതായത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരുപാട് പീപ്പിൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുറപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അവരെ കുറിച്ചിട്ട് നന്നായിട്ട് തന്നെ അല്ലെ ഡീപ്പ് സ്റ്റഡി ഒക്കെ ചെയ്തിട്ട് മാത്രം അവരെ എന്താണ് ഡീപ്പ് സ്റ്റഡി ചെയ്യേണ്ടത്, ഈ പീപ്പിൾസിന്റെ ഒക്കെ ആവശ്യം എന്താണ്, അവർക്ക് എന്താണ് ഓരോന്നിനും എന്തൊക്കെയാണ് ഈ പീപ്പിൾസ് ഒക്കെ വില കൽപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീപ്പ് സ്റ്റഡി ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് അവരെ എന്തെങ്കിലും നിയമങ്ങളും നടപടികളൊക്കെ അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതാണ് പ്രധാനമായിട്ടും ജസ്റ്റ് പറയുന്നത്. എന്താണ് നമ്മൾക്ക് അല്ലെ, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നവര് പീപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ പീപ്പിൾസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രമാണ് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും ഈ പീപ്പിൾസിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവരുടെ വാല്യൂ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരുപാട് അല്ലെ സ്റ്റഡി ചെയ്തിട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ചില ട്രെയിനിങ്ങുകളും ചില ഇൻസെന്റീവ്സും അല്ലെ ചില പ്രൊമോഷനും എല്ലാം കൊടുക്കുമ്പോഴൊക്കെയാണ് ഇവരിലെ ചില കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഔട്ട്കംസ് ഒക്കെ പുറത്തു വരുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡീപ്പ് സ്റ്റഡി ഒക്കെ ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നടപ്പാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് മോഡേൺ അപ്രോച്ചിൽ വരുന്നത്. നമ്മൾ ശാസ്ത്രീയമായ രീതിയിലേക്കുള്ള വേ ആണ് ഓരോരോ എന്താണ് ഡെഫിനിഷൻ ചെയ്യുന്നവര് അല്ലെ ഡിഫൈൻ ചെയ്യുന്നവര് പല പല അവലോകനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് മോഡേൺ അപ്രോച്ചിൽ ഈ ആധുനിക കാലഘട്ടത്തിന്റേതായ രീതിയിൽ തന്നെ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ അതാണ് മീൻ ചെയ്യുന്നത്. അവരുടെ വാല്യൂ നീഡ്സും എപ്പോഴും എന്തായാലും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് പീപ്പിൾസിന്. ഓക്കെയാണോ? ഓക്കെയാണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം, സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച്. ശാസ്ത്രീയ രീതിയിലുള്ള അപ്രോച്ച് എന്താണെന്ന് നോക്കാം. The scientific management approach was developed by F.W. Taylor at the beginning of the 20th century. നമുക്കറിയാം സയന്റിഫിക് മാനേജ്മെന്റ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്? ആ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വികസിപ്പിച്ചു കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് F.W. Taylor. അത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച്. ഓക്കെ, സയന്റിഫിക് ശാസ്ത്രീയ രീതിയിലുള്ള മാനേജ്മെന്റിന്റെ അല്ലെ ആ ഒരു വിശകലനം അത് കൊണ്ടുവന്നതാണ് F.W. Taylor എന്ന വ്യക്തി. then എന്താണ് the theory recommended use of certain steps scientifically. അതായത് ശാസ്ത്രീയമായ രീതിയിലുള്ള സ്റ്റെപ്പുകളായിട്ടാണ് അദ്ദേഹം അത് ശുപാർശ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് താഴെ നോക്കാനുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കാം, സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് ആരാണ്? അത് മറക്കരുത്. ആരാണ്? ഇപ്പൊ തന്നെ പഠിച്ചു പോകാനാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. ആരാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടത്? F.W. Taylor. നെക്സ്റ്റ് അത് നോക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ പറഞ്ഞു പഠിച്ച് ചെയ്യുമ്പോഴേക്കും അത് ഓക്കെ ആവും. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച്? F.W. Taylor. താഴേക്ക് നോക്കുക, സ്റ്റഡിയിങ് ഈച്ച് എലമെന്റ്സ് ഓഫ് എ ജോബ്, choosing and developing the best workers for the job, making sure that the workers follow prescribed methods of doing the job. അതായത് ഇങ്ങനെ നോക്കുമ്പോഴെന്താണ് പ്രധാനമായിട്ടും പറയുന്നത്, ഓരോ ജോബിന്റെയും എലമെന്റ്സ് എന്താണെന്ന് ആദ്യം തന്നെ പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഇത് അല്ലെ ബെസ്റ്റ് വർക്കേഴ്സിനെ എങ്ങനെ ചൂസ് ചെയ്യാം അല്ലെ, നമ്മൾ ഇതിൽ നിന്ന് ഈ ഇതനുസരിച്ചിട്ട് അല്ലെ ഓരോ എലമെന്റ്സ് ജോബിന്റെ ഓരോ എലമെന്റ്സും കൈകാര്യം ചെയ്യാനായിട്ടുള്ള വർക്കേഴ്സ്, നല്ല ബെസ്റ്റ് വർക്കേഴ്സ് എങ്ങനെയാണ് വികസിപ്പിച്ചു കൊണ്ടുവരാം എന്നുള്ളത് പഠിക്കാം. then making sure that the workers follow prescribed methods of doing it. ഈ ജോലി എങ്ങനെയാണ് അല്ലെ അതിന്റെ എലമെന്റ്സ് ആദ്യം തന്നെ പഠിച്ച് then അതിന്റെ വർക്കേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് വർക്കേഴ്സിനോട് ഇത് ജോലി ചെയ്യാനായിട്ട് അല്ലെ അവർക്ക് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഓരോ ഘട്ടമായിട്ട് നമുക്കറിയാം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് മേലധികാരികളും കീഴുദ്യോഗസ്ഥരെയൊക്കെ വെച്ച് അവരെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പിക്കുകയാണ്. Then it provides a scientific relation for a job expertise and a mass production. ഇതിങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും അതിന് പ്രധാനമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചോട് കൂടിയിട്ടാണ് ഇവര് കൊടുക്കേണ്ടത്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവലോകനം നടത്തിയിട്ടാണ് ഈ വർക്കുകൾ ചെയ്യാനൊക്കെ ആയിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് എന്താണ് വർക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷനോട് കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും? എന്തെങ്കിലും റിസൾട്ടിന് വേരിയേഷൻ ഉണ്ടാവുമോ? നമ്മള് തൃപ്തിയല്ലാത്ത ഒരു ജോലി ചെയ്യുകയും തൃപ്തിയോട് കൂടിയിട്ട് ഒരു ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ?
ഉണ്ടാവോ? എന്തുണ്ടാവും? എന്ത് പ്രത്യേകതയാ ഉണ്ടാവുക? തൃപ്തിയോടുകൂടി ജോലി ചെയ്യുമ്പോൾ എന്ത് പ്രത്യേകതയാ ഉണ്ടാവുക? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവോ? ഉണ്ടാവുക. എന്ത് പ്രത്യേകതയാ ഉണ്ടാവുക? എന്ത് പ്രത്യേകത ഉണ്ടാവുക തൃപ്തിയോടുകൂടി ജോലി ചെയ്യുമ്പോൾ? സാറ്റിസ്ഫാക്ഷനോടുകൂടി ജോലി ചെയ്യുമ്പോൾ, ഞാൻ ചോദിച്ചത് അതാണ്, സാറ്റിസ്ഫാക്ഷനോടുകൂടി ജോലി ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ ജോലിയുടെ പ്രത്യേകത? ആ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രത്യേകത എന്താണ്? അതായത് ഔട്ട്കം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവോ? അല്ലെങ്കിൽ റിസൾട്ടില് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവോ? കൂടുതലായിരിക്കോ കുറവായിരിക്കും? ഓക്കെ, ഫുൾഫിൽ ആവും. ഔട്ട്കം എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും അല്ലെ? നമ്മൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്കം എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതേസമയം തൃപ്തിയല്ലാതെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്കം കുറവായിരിക്കും അല്ലെ? അപ്പൊ അവര് ശാസ്ത്രീയമായ അവലോകനം ചെയ്ത് കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഈ ജോലികൾ ഏൽപ്പിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഓരോ വർക്കേഴ്സിനെയും കുറിച്ചിട്ട് പഠിച്ച് ചിലർക്ക് ചില ട്രെയിനിങ് കൊടുക്കും, ചിലർക്ക് ചില ഇൻസെന്റീവ്സ് കൊടുക്കും, ചിലർക്ക് പൈസ അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് അവരെ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആവശ്യമായിരിക്കും കേട്ടോ. ചിലർക്ക് എന്താണ് ഈ വർക്കിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ട്രെയിനിങ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലെ? ഫ്രഷേഴ്സിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് എന്താണ് പ്രാക്ടിക്കലി നോളജ് ഇല്ല. അപ്പൊ ട്രെയിനിങ്ങോട് കൂടിയിട്ട് വർക്ക് കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് തൃപ്തിയോട് കൂടിയിട്ട് അല്ലെ എല്ലാം കോൺഫിഡൻസോട് കൂടി വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നത്. അതേസമയം ചില വർക്കേഴ്സ് നമുക്കറിയാം നല്ല ട്രെയിനിങ്ങും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെയാണ്. അപ്പൊ അവരിങ്ങനെ വർക്ക് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഇത്തിരിയും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. അവർക്ക് ട്രെയിനിങ് ഒന്നും വേണ്ട, അവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ അവരുടെ ട്രെയിനിങ് വർക്ക് ഇച്ചിരിയും കൂടി കൂട്ടി കിട്ടാനായിട്ട് അവർക്ക് എന്തെങ്കിലും കൈകാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ശാസ്ത്രീയമായ രീതിയില്? ഓക്കെ, പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും, ഇൻസെന്റീവ്സ് കൊടുക്കാൻ പറ്റും, ഓക്കെ സാലറി അല്ലെ, ഓക്കെ അതൊക്കെ കൂട്ടി കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും അല്ലെ? അങ്ങനെ കൂട്ടിക്കെടുക്കുമ്പോൾ എന്താണ് അവര് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും, അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായ ഒരു അവലോകനം നടത്തിയിട്ട് ചിലർക്ക് നമുക്കറിയാം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവർക്ക് വർക്ക് കൂട്ടിക്കിട്ടാൻ പറ്റുന്നത്. കാരണം അവർക്കൊന്നും അറിയില്ല അല്ലെ? അവർക്ക് കൊണ്ടുവന്ന ഇൻസെന്റീവ്സും അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ച് വർക്ക് ചെയ്യാനേ അറിയില്ല. അപ്പൊ അവർക്ക് ബേസിക്കലി അവർ ട്രെയിനിങ് കൊടുക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവര് നന്നായിട്ട് വർക്ക് ചെയ്യും, കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യാനും അവർക്ക് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്താണ് മറ്റുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് നിങ്ങൾ പറഞ്ഞ മാതിരി പ്രൊമോഷനും ഇൻസെന്റീവ്സും സാലറിയൊക്കെ കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. This assumption was that employees are financially motivated. ഫിനാൻഷ്യലി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതി, ഒരു അസംഷൻ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് അതായത് ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രേരണ കൊടുക്കുന്നു. ടു ഇൻക്രീസ് ഔട്ട്പുട്ട് ടൈലർ എന്താണ് അങ്ങനെ വരുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും അല്ലെ? ടൈലർ അഡ്വൈസ്ഡ് മാനേജേഴ്സ് ടു പേ മോണിറ്ററി ഇൻസെന്റീവ്സ് ടു എഫിഷ്യന്റ് വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ എന്താ ഒരു സെന്റൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലർ ഉപദേശിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? ഇൻസെന്റീവ്സ് കൊടുക്കുക അല്ലെ? എഫിഷ്യന്റ് വർക്കേഴ്സിന് ഇടയിൽ ഇൻസെന്റീവ്സ് കൊടുക്കുക, മോണിറ്ററി എന്ന് വെച്ചാൽ പണപരമായ രീതിയിൽ അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുമ്പോൾ അവർക്ക് എന്താകും? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് അവരുടെ ജോലിയുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. This theory was criticized by employers and workers. ചിലപ്പോൾ ചിലരൊക്കെ വിമർശിക്കുന്നുമുണ്ട് അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട്. കാരണം എന്താ? വർക്കേഴ്സ് സബ്ജക്റ്റഡ് ടു ദ പ്രഷർ ടു വർക്ക് എവർ മോർ ഇന്റൻസീവ്ലി ആൻഡ് ക്വിക്ക്ലി. കാരണം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും അല്ലെ? അവർക്ക് ഇങ്ങനെ ഇൻസെന്റീവ്സ് കൂട്ടി കൊടുക്കുന്നൊന്നും അവർ കാണുമ്പോൾ എന്താണ് ഒരു സ്പീഡില് അവർ എപ്പോഴും അല്ലെ നമുക്ക് അത്രയും കൂലി കിട്ടണമല്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ സ്പീഡിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. Criticizer worried that the methods took humanity out of Taylor, reduce workers to machines responding to management incentives. Now, Taylor's view is considered inadequate and narrow. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമുക്ക് നാച്ചുറലി നമ്മൾ നോക്കുമ്പോഴൊക്കെയാണ് അല്ലെ ഇൻസെന്റീവ്സ് കിട്ടും. അപ്പൊ ചിലരൊക്കെ എന്താണ് ഇൻസെന്റീവ്സ് വേണ്ട എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് ഇത്രയും പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്.
പക്ഷെ വിമർശനങ്ങൾ ഏതൊരു കാര്യം നടപ്പാക്കുമ്പോഴും എന്താണ് വിമർശനങ്ങളും ഉണ്ടാവും അല്ലേ, നല്ല വശവും ഉണ്ടാവും ഇല്ലേ, ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അതിന് വിമർശകരുമുണ്ട് ഇല്ലാത്തവരുമുണ്ട്. അപ്പൊ വേറെ വേറെ എന്താണ് കണ്ടുപിടുത്തക്കാര് വേറെ വേറെ വിമർശനങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും പ്രഷർ കൂട്ടും എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി. കാരണം ഇവർക്ക് കൂടുതൽ കൂടുതൽ ഇൻസെന്റീവ്സ് മേടിക്കണമെന്ന് ഓർത്ത് കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യും. ചിലപ്പോൾ നമുക്കറിയാം അങ്ങനെ ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫോൾട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ വിമർശകർക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള രീതിയിൽ വിമർശിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Now, Taylor's views is considered inadequate and narrow. അങ്ങനെ വരുമ്പോൾ അത് കുത്തനെ അല്ലെ, ചില വിമർശകരുടെ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ അത് അപ്ലൈ ചെയ്യില്ല അല്ലെ. അതേസമയം ചില രീതിയിൽ ഇന്നും ടൈലറിന്റെ അപ്ലൈ ചെയ്യുന്നവരും ഉണ്ടാവും അല്ലെ. ചില സ്ഥാപനങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ചിലര് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. അതൊരു പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടത്തില്. അതായത് സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് രീതിയിൽ ഈ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസെന്റീവ്സ് ഒക്കെ മോണിറ്ററി ആയിട്ടുള്ള റിവാർഡ്സുകൾ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഒക്കെയാണോ? ഞാൻ കുറച്ച് അപ്രോച്ചുകളുണ്ട്. എങ്ങനെയുണ്ട് ഈ ചാപ്റ്റർ? ആണോ? ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റുമായിരിക്കും. എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ മെയിൻ്റെനൻസിന്റെ ആ ഒരു ക്ലാസ്സിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്, നിങ്ങൾ കോപ്പറേറ്റീവ് ആണ്. അതായത് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴല്ലേ നമുക്ക് ഓക്കെ ആയി വരുമ്പോൾ ക്ലാസ് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിലും അങ്ങനെ തന്നെയാവുക. അപ്പൊ ഇതുവരെ എടുത്തത് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയില്ല, എന്തെങ്കിലും അധികം എടുക്കുന്നില്ല. ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഒന്ന് രണ്ട് ലിസ്റ്റ് എടുക്കാന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ അഡ്വൈസ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. എന്തെങ്കിലും വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഡ്വൈസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. അദ്ദേഹം എന്താ പറഞ്ഞത്? To increase output, Taylor advised managers to pay monetary incentives to efficient workers. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് എന്താണ് ഇത്? ഇൻക്രീസ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് മോണിറ്ററി ആയിട്ടുള്ള ഇൻസെന്റീവ്സ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ പോയിന്റാണ് ടൈലർ ഡെവലപ്പ് ചെയ്തുകൊണ്ടത്. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഓക്കെ, എന്തായാലും അടുത്തൊരു അപ്രോച്ച് പെട്ടെന്ന് തുടങ്ങിയാൽ തീരില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് സോളി. ഓക്കെ.